മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് കേന്ദ്ര നയങ്ങൾക്കെതിരെ കേരള NGO യൂണിയൻ സംഘടിപ്പിക്കുന്ന കലാജാഥയുടെ സംസ്ഥാന പരിശീലനം അവസാനിച്ചു. ജാഥകൾ ഫെബ്രുവരി മാസത്തോടെ ഓരോ ജില്ലാ കേന്ദ്രങ്ങളിലും പര്യടനം ആരംഭിക്കും. തെരുവ് നാടകങ്ങളും സ്കിറ്റുകളും പാട്ടുകളുമായി സർക്കാർ ജീവനക്കാരും നാട്ടുകാർക്കിടയിലേക്ക് ഇറങ്ങുകയാണ്. കേരള NGO യൂണിയൻ നേതൃത്വത്തിലാണ് കലാജാഥ ഒരുങ്ങുന്നത്. നാടിന്റെ ഉണർത്തുപാട്ടുമായി കേരളം ഇന്നത്തെ കേരളമായ കഥ പറഞ്ഞുകൊണ്ട് മതവർഗീയ ശക്തികൾക്കെതിരെയും ഫെഡറലിസത്തെ സംരക്ഷിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ടും ജനങ്ങളിലേക്ക് ഇറങ്ങുന്ന ജാഥയുടെ സംസ്ഥാനതല പരിശീലന ക്യാമ്പ് കോഴിക്കോട് പൂർത്തിയായി. പ്രശസ്ത നാടക സംവിധായകരായ മനോജ് നാരായണൻ, ജോബ് മഠത്തിൽ എന്നിവരാണ് 1.5 മണിക്കൂർ നീളുന്ന കലാപരിപാടിയുടെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. കേരളം ഇങ്ങനെയായി എന്ന് പറയുന്ന, അതുപോലെ കേരളവും നമ്മുടെ കേന്ദ്രവും തമ്മിലൊക്കെയുള്ള വ്യത്യാസം, ഇവിടുത്തെ ഒരു മാറ്റം എന്താണ്, അതിൻ്റെ ഒരു വ്യത്യാസം എന്താണ്, നമ്മൾ എത്രത്തോളം സന്തോഷത്തോടെ ജീവിക്കുന്നു, എത്ര സുഖകരമായി ജീവിക്കുന്നു, നമ്മൾ കേരളത്തിൽ ജീവിക്കുന്നതിൽ നമുക്ക് എത്ര സന്തോഷമുണ്ട് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള വലിയൊരു സന്തോഷത്തിൻ്റെ അല്ലെങ്കിൽ വലിയൊരു സംസ്കാരത്തിൻ്റെ ഒരു കാര്യം പറയുന്ന ഒരു കേന്ദ്ര അവഗണനയ്ക്കെതിരെയുള്ള പ്രതിരോധം കൂടിയാവും കലാജാഥയെന്ന് NGO യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി MA അജിത് കുമാർ പറഞ്ഞു. തങ്ങളുടെ ആശയങ്ങൾ, അഭിപ്രായങ്ങൾ ജനാധിപത്യ രീതിയിൽ പ്രതികരിക്കാനുള്ള അവസരം പൊതുവിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ, ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പാർലമെൻറ്റിൽ പോലും അതിനുള്ള അവസരം നിഷേധിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഇന്ന് നാട്ടിലാകെ നടക്കുന്നത്. തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങൾ ഞങ്ങൾ ക്യാമ്പസുകൾ നടത്തുമ്പോൾ തന്നെ, സ്ഥാപനങ്ങളിൽ നടത്തുമ്പോൾ തന്നെ ഈ തൊഴിൽ മേഖല നിലനിർത്തേണ്ടത് ആവശ്യകത പൊതുസമൂഹത്തെയും ബോധ്യപ്പെടുത്തേണ്ട ബാധ്യതയുണ്ട്. ആ പ്രശ്നങ്ങളാകെ ചർച്ച ചെയ്യപ്പെടുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ കലാജാഥ. 15 ജില്ലാ കലാസമിതികളെ പ്രതിനിധീകരിച്ച് 60 പേരാണ് സംസ്ഥാനതല പരിശീലന ക്യാമ്പിലെത്തിയത്. വെസ്റ്റ് ഹിൽ പോളിടെക്നിക് ഓഡിറ്റോറിയത്തിൽ CITU സംസ്ഥാന പ്രസിഡന്റ് TP രാമകൃഷ്ണൻ MLA കലാജാഥയുടെ ആദ്യ അവതരണം ഉദ്ഘാടനം ചെയ്തു. കൈരളി ന്യൂസ്, കോഴിക്കോട്.